കെട്ടിടത്തിനകത്ത് ഒരുക്കാനുള്ള സാഹചര്യം വേണം എന്നുള്ളതാണ് ഇപ്പോഴിതാ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിബദ്ധതയുണ്ട്. ഈ ഒരു സാഹചര്യം വളരെ ദൗർഭാഗ്യകരമായൊരു മാത്രമല്ല പലരും ഉന്നയിച്ച ഒരു കാര്യം അഗ്നിരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഈ കെട്ടിടങ്ങളുടെ കാര്യങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി ബ്ലൂ പ്രിന്റ് സംവിധാനം ഇല്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ സമയത്ര ആയിട്ടും നമുക്ക് ഫയർ ഫൈറ്റിംഗ് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക് ഉള്ളിൽ ചെന്ന് എത്താനുള്ള ഒരു സൗകര്യം ഈ കെട്ടിടത്തിനില്ല. നമ്മൾ പല തവണയായി ഇവിടെ നഗരത്തിലെ ഫയർ യൂണിറ്റിൻ്റെ അപര്യാപ്തത കൗൺസിലായാലും ഒക്കെ ഉന്നയിച്ചതാണ്. നമുക്കറിയാം പണ്ടാണെങ്കിൽ നഗരപ്രദേശത്ത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് വരാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആകെ വെള്ളിമാട് കുന്നിൽ നിന്ന് വേണം യൂണിറ്റ് വരാൻ. ഇവിടെ ഉള്ളതാണെങ്കിൽ 3 യൂണിറ്റ് ഉള്ളിടത്ത് ഇന്ന് ഒരൊറ്റ യൂണിറ്റാണ്. ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയം ആദ്യത്തെ അരമണിക്കൂറാണ്. ആ അരമണിക്കൂറിൽ സമയബന്ധിതമായി ഇടപെടാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ കെട്ടിടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫയർ എക്സിറ്റ് ഇല്ല, ഫയർ ഫൈറ്റിങ്ങിന് ഉള്ളിലെത്താനുള്ള സംവിധാനമില്ല. അപ്പോൾ അതൊന്നും ആരും പരിശോധിക്കുന്നില്ല. പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കെട്ടിടം കോർപ്പറേഷൻ വലിയ വാടകയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, വാടക വരെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പോരായ്മയില്ലേ, അതിൽ പരിശോധന സമയാസമയങ്ങളിൽ നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഈ ഒഫീഷ്യൽ സ്റ്റാൻഡ് നവീകരണത്തിന് വർഷം കേന്ദ്ര ബജറ്റ് നമ്മുടെ കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 46 കോടി രൂപയുടെ ബജറ്റ് എമൗണ്ടിന് 1 കോടി രൂപ, അതായത് ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാർക്കും താല്പര്യമില്ലാത്ത പോലെ. അപ്പോൾ ഇനിയെങ്കിലും ഇത് നമുക്കൊരു വലിയ വാർണിംഗ് ആണ് തന്നിരിക്കുന്നത്. നഗരപ്രദേശത്ത് ഉണ്ടാകുന്ന തീപിടുത്തത്തിന് എങ്ങനെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം ഉണ്ടായി, അതിൽ നിന്നും നമ്മൾ പഠിച്ചില്ല എന്നാണ്, പാഠം ഉൾക്കൊണ്ടില്ല. ഇനിയും ഇവിടെ ഒരുപാട് പേരുടെ ജീവിതമാണ് ഇപ്പോൾ ഉള്ളിൽ നമുക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു ആളപായം ഇല്ല എന്നാണ്. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. ബാക്കിയുള്ളത് നമുക്ക് നാളെ എത്തുമ്പോഴേ കാര്യങ്ങൾ കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു സമരമുഖത്തല്ല, ഈ ഒരു ദുരന്തമുഖത്ത് നമ്മൾ പഴിചാരുക എന്ന് വിചാരിക്കരുത്. പക്ഷേ പോരായ്മകളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. അതുതന്നെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള KC ശോഭിത പറയുന്നത്. കൃത്യമായൊരു അഗ്നിരക്ഷാ സംവിധാനം ഇവിടെ വേണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് പഴയ കെട്ടിടമാണ്. ആ പഴയ കെട്ടിടത്തിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലും പറഞ്ഞത് അതാണ്. കാരണം ഇവിടെ തകര ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അഗ്നിരക്ഷാ സേനയ്ക്ക് കൃത്യമായി ആദ്യം തുടക്കത്തിൽ കടന്നു ചെല്ലാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത്